അവർ വന്നു, അടിച്ചു, പ്രശ്നമായി, ലൈറ്റൊക്കെ അടിച്ചു പൊട്ടിച്ചു, വണ്ടിയെല്ലാം അടിച്ചു പൊട്ടിച്ചു. അടി അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഗ്രാമത്തിൻ്റെ പുറകിൽ കൂടെ ഓടി രക്ഷപ്പെടുകയാണ്. ഗ്രാമത്തിൻ്റെ പുറകിൽ കൂടെ ഓടി രക്ഷപ്പെടുമ്പോൾ ഞങ്ങളെ പിന്തുടർന്നു, വെട്ടി മാങ്കം പൊടിച്ച് അടിക്കാനിങ്ങനെ ഓങ്ങിയപ്പോൾ അടിക്കരുതെന്നും പറഞ്ഞ് ഓങ്ങിയ വടിയിൽ എൻ്റെ ഭാര്യ കയറി പിടിച്ചു. അപ്പോൾ ഈ വടിയോടുകൂടി തള്ളിയിട്ട് ഇവിടെ ഒരു തൊഴി കൊടുത്തു, ആൻറ്റിയെ തൊഴിച്ചു. ഓ, ഹല്ലേലൂയ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി പാസ്റ്റർ PT വർഗീസ് ഉണ്ട്. പാസ്റ്റർ PT വർഗീസിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഉത്തരേന്ത്യയിൽ 15 സംസ്ഥാനങ്ങളിലായി 600-ലധികം പ്രാദേശിക സഭകൾക്ക് നേതൃത്വം നൽകുന്ന മഹനേദാൻ ഫെലോഷിപ്പ് എന്ന സഭയുടെ സ്ഥാപകനും പ്രസിഡൻറ്റുമാണ് പാസ്റ്റർ PT വർഗീസ്. ദീർഘകാലമായി ബോംബെയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. പത്തനംതിട്ട ജില്ലയിൽ കീഴ്വായ്പൂർ സ്വദേശിയാണ്. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് വരികയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവിക ദർശനപ്രകാരം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ദൈവം അദ്ദേഹത്തെ അതിശക്തമായി ഉപയോഗപ്പെടുത്തി. ഈ പ്രായത്തിലും സഭയ്ക്ക് നേതൃത്വം നൽകുകയും ശക്തമായി ഉത്തരേന്ത്യയിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നു. സുദീർഘമായ കാലഘട്ടങ്ങളിലെ ശുശ്രൂഷാനുഭവങ്ങളും ദൈവം തന്നെ നടത്തിയ വിധങ്ങളും മിഷൻ കാഴ്ചപ്പാടുകളുമൊക്കെ ഹല്ലേലൂയ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഞാൻ പറഞ്ഞതുപോലെ കീഴ്വായ്പൂർ സ്വദേശിയാണ്, മർത്തോമക്കാരനായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമുണ്ടായി, സമർപ്പണമുണ്ടായി, ദൈവം വിളിച്ചു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി മുംബൈയിലായിരിക്കുന്നു. സഭാ നേതൃത്വം, സഭയുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് അച്ചാനെക്കുറിച്ചുള്ള പദ്ധതികൾ ആ പാതയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം എന്തുമായിരുന്നു ഹൃദയത്തിലെ പ്ലാൻ? എന്തുമായിരുന്നു പദ്ധതി? എന്തുമായിരുന്നു? എൻ്റെ ലഘുവായ ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ അത് പറയാമോ? പറയണം. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ മാതാപിതാക്കൾ ഞാൻ ജനിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വന്നു. ഓക്കെ. എനിക്കിപ്പോൾ 76 വയസ്സ് കഴിഞ്ഞ് 77 വയസ്സാകും. അപ്പോൾ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഓർമ്മയാകുമ്പോൾ അവർ വിശ്വാസികളാണ്. അതിനു മുമ്പ് അവർ മർത്തോമക്കാരായിരുന്നു. എങ്കിലും എൻ്റെ പിതാവിന് വളരെ ആത്മീക പൈതൃകം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്ന് അവരെ വിശ്വാസത്തിലേക്ക് വന്നു. ആ കാലങ്ങളിൽ ഒത്തിരി പ്രയാസങ്ങളും പീഡകളും ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ കീഴ്വായ്പൂർ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആദ്യത്തെ ആരാധന ആരംഭിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഉള്ള സൗകര്യത്തിൽ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രാത്രി കാലം കഴിച്ചിട്ടുണ്ട്, അന്തി ഉറങ്ങിയിട്ടുണ്ട്. അതിലൊരാളിനെ ഞാൻ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവനൊരു കർത്താവിൻ്റെ വേലക്കാരനായി തീരുമെന്ന് പറഞ്ഞത് അത് എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ചർച്ച് ഓഫ് ഗോഡിൻ്റെ നേതൃത്വത്തിലായിരുന്ന ഡോക്ടർ PAV സാമൻ്റെ അപ്പൻ ART അതിശയം. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു രാത്രി പാർത്തു. ഒരു സൗകര്യവുമില്ല. ഉള്ള സൗകര്യത്തിൽ അവിടെ അദ്ദേഹം സംതൃപ്തനായിരുന്നു. അവിടെ അദ്ദേഹത്തെ ഞങ്ങൾ ആതിഥ്യം നൽകി സ്വീകരിച്ചു. അവിടെ ഇതൊന്നും പക്ഷേ എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവനൊരു കർത്താവിൻ്റെ വേലക്കാരനാകുന്നു. പക്ഷേ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ ആ സ്ഥലങ്ങളിൽ വലിയ ഉണർവയോഗങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് മർത്തോമക്കാരുടെയും CSIക്കാരുടെയും ഒക്കെ ശക്തമായ കൺവെൻഷനിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട അച്ഛന്മാർ, ദൈവദാസന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുന്നത്
അതിനൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പോകുമായിരുന്നു. എൻ്റെ വീട്ടിൽ പെന്തക്കോസ്ത് അനുഭവമാണെങ്കിൽ അതിനൊരു വിലക്കില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഞങ്ങൾ പോകുമായിരുന്നു. CSI സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പെന്തക്കോസ്തുകാരനായിരിക്കുമ്പോൾ തന്നെ അന്ന് ഞങ്ങളുടെ അവിടെ പെരുമ്പ്രാമാവിലെ കിഴുവായ്പൂർ പെരുമ്പ്രാമാവിലാണ് ഞങ്ങൾ പോയിരുന്നത്. എന്നാൽ ദൈവവചനം അവിടെ അന്ന് സൺഡേ സ്കൂളില്ല. അപ്പം ദൈവവചനം പഠിപ്പിക്കാനുള്ളതായ എൻ്റെ പിതാവിൻ്റെ താല്പര്യം, പിതാവിൻ്റെയും മാതാവിൻ്റെയും താല്പര്യം കൊണ്ട് ഈ CSI സൺഡേ സ്കൂളിൽ കുറേ നാൾ ഞാൻ പോയത് ഓർക്കുന്നുണ്ട്. അതെല്ലാം ചെറുപ്പകാലം. അങ്ങനെ മുന്നോട്ട് വന്നു, അങ്ങനെ ജീവിച്ചു. ആത്മീയ പൈതൃകം ഉണ്ടായിരുന്നെങ്കിലും ഒരു യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിച്ചോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിലൊരു സുവിശേഷകനും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇട്ടി സാറ്. അദ്ദേഹം പെട്ടെന്ന് ഒരു രാത്രി നേരം വെളുത്തപ്പോൾ ഇട്ടി സാറ് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കും. എൻ്റെ ചെറുപ്രായത്തിൽ അങ്ങനെ പെട്ടെന്നുള്ള മരണം സംഭവിച്ചിട്ടില്ല, കുറവാണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഈ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ അതൊരു എനിക്കൊരു ഏറ്റവും കോമണായി നമ്മൾ കേൾക്കുന്ന അതാണ്. അന്നതില്ല. പക്ഷേ എനിക്കതൊരു നടുക്കം ഉണ്ടാക്കി. അപ്പം ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം വാസ്തവത്തിൽ എൻ്റെ ചെറു മനസ്സിലേക്ക് കടന്നു, ഒരു ചെറിയ ഭീതി വന്നു. അപ്പം ഉള്ളത് പറഞ്ഞാൽ അങ്ങനെ ചില ദിവസങ്ങൾ ഞാൻ അസ്വസ്ഥനായി തീർന്നു. ഉള്ളത് പറഞ്ഞാൽ ഈ മരണാനന്തര ജീവിതം, ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചെറു മനസ്സിൽ. ഒരു 10 വയസ്സ് കൂടുതൽ എനിക്കുണ്ടോ തോന്നുന്നില്ല. ഞാൻ ഈ ആരാധനയിൽ അറ്റൻഡ് ചെയ്തു പെരുമ്പ്രാമാവിലെ ചർച്ചക്കൂടിലെ സഭായോഗത്തിൽ. അപ്പോൾ അവിടെ ചെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. അവിടെ വെച്ച് ഞാൻ എഴുന്നേറ്റ് യേശുവിനെ എൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് തുടക്കം ഉണ്ടായത്. പിന്നെയും ആത്മീയ ജീവിതത്തിൽ തുടർച്ചു. പക്ഷേ ഒരു കാര്യം ഇവിടെ അപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ അക്കാലങ്ങളിൽ പെന്തക്കോസ്ത് ഒരു വലിയ നിന്ദിത പ്രസ്ഥാനമായിരുന്നു. ആർക്കും താല്പര്യമില്ലാത്ത അവഗണിക്കപ്പെട്ട കൂട്ടരെന്നുള്ള ഒരു അവഹേളിക്കപ്പെടുന്ന ഒരു സമൂഹം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞങ്ങളെ ഈ ബൈബിളും പിടിച്ചുകൊണ്ടൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് എന്നെ കളിയാക്കും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അക്കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരെ ആക്ഷേപിക്കുക, അവഹേളിക്കുകയും ചെയ്യുന്നത് ഈ നാടുകളിലൊക്കെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. എൻ്റെ അപ്പനെ ഒരു സഹോദരി അവിടെ ഒരു അമ്മച്ചിയെ സ്നാനപ്പെടുത്തിയതിന് അടിയൊക്കെ കൊണ്ടിട്ടുള്ള ആളാണ്. ഫാദറിന് അടി കൊണ്ടു. അങ്ങനെ ഒരു വലിയ പ്രശ്നം, പ്രതികൂലമുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു നാണം കേട്, അത് പിശാച് കൊണ്ടുവന്ന ഒരു ഇതാണ്. ഈ ബൈബിള് പിടിച്ചുകൊണ്ട് പോകാനും പള്ളിയിൽ പോകാനും ഒക്കെ ഒരു ആരാധനകൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു നാണക്കേട് പോലെ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുന്നു. ഇത് എൻ്റെ മനസ്സിലുണ്ടല്ലോ, പിശാച് എന്നെ വല്ലാതെ അങ്ങ് ഡിപ്രസ് ചെയ്തിട്ട് ഞാനൊരു ഉള്ളത് പറഞ്ഞാൽ ഒരു ഹാഫ് ഡിപ്രഷനിലേക്ക് പോകുന്നു. പഠിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഒന്നും വീട്ടിൽ അറിയുന്നുമില്ല. ഈ കൂട്ടുകെട്ടുകളിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോയി ജീവിച്ച കാലഘട്ടങ്ങൾ സ്റ്റുഡൻസ് ഫെഡറേഷനിലൊക്കെ അംഗമായി ചേരുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ടോട്ടലി ഒരു പിന്മാറ്റക്കാരൻ. സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ SFIയുടെ ആദ്യ രൂപം. അതിലെ അംഗമായി തീർന്നു. അവർ താലൂക്ക് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറഞ്ഞാക്കി എന്നെ. അതുപോലെ തന്നെ അവരുടെ ഇവർക്കൊരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കോൺഗ്രസ്സുകാരും വേറെ രാഷ്ട്രീയ പൈതൃകമൊക്കെ ഉള്ളവരാണ്. അവർ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ ജാഥയൊക്കെ പോകുമ്പോൾ ഇവർ മുന്നേ എന്നെ കൊടിയും പിടിച്ചോണ്ട് പോകും. എൻ്റെ പിതാവിനതൊരു വലിയ ഷോക്കായി, അപമാനമായിട്ട് തോന്നും. ഒരു ദിവസം എൻ്റെ ചേട്ടൻ വന്ന ഈ കൊടിക്ക് കയറി പിടിച്ചു, അവരുമായിട്ട് വഴക്ക് വരെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് ദൈവം എന്നെ പിടിച്ചു. ഞാൻ ഇങ്ങനെ IT ഒക്കെ പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു മാരകമായ ഉദരരോഗം എന്നെ പിടിച്ചു. അങ്ങനെ ഞാൻ മരണത്തോളമായിപ്പോയി. എന്തുവായിരുന്നു ശരിക്കും രോഗം?
ആ രോഗം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അന്നത്തെ കാലത്ത് അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യ. ഞാൻ വളരെ ക്ഷീണിതനായി ഓരോ ദിവസവും ഇങ്ങനെ മരണത്തോട് സമീപിക്കുന്ന പോലെ തോന്നി ആ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അവിടെ വെച്ച് ഒരു ദിവസം ദൈവാത്മാവിനോട് സംസാരിച്ചു. നീ മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിച്ചു. മനസ്സിലായി. ഈ ഇതേ നിലയിൽ പോയാൽ എൻ്റെ ജീവിതം അപകടമാണ്. വെറും ശാരീരിക മരണം മാത്രമല്ല, അപകടസന്ധി മനസ്സിലിങ്ങനെ തോന്നുക ഇങ്ങനെ തോന്നുകയാണ്. ഇപ്പോഴും അത് ദൈവാത്മാവിൻ്റെ ശബ്ദമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ തോന്നുമ്പോൾ ഒരു ദിവസം ശക്തമായിട്ടുള്ള ഹേമം ഉണ്ടാകും. അത് ദൈവാത്മാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ, ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പൊതുരംഗങ്ങളിൽ, പിന്നെ നാടകങ്ങളിൽ എന്ന് വേണ്ട, ലോകത്തിലിങ്ങനെ ഞങ്ങളുടെ അവിടെ അമേച്ചർ നാടകങ്ങളുണ്ട്, അതിനകത്ത് അവതരിപ്പിക്കുക, മോണോ ആക്ട് അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ ലോകത്തിൻ്റെ ഇതിൽ പോകുമ്പോഴാണ് ഈ അസുഖം എനിക്കുണ്ടാകുന്നത്. ആത്മഹത്യ വരെ ചെയ്യാനുള്ളതായ പരിശ്രമം ഞാൻ നടത്തുക. അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്നെ തിരിച്ചു കൊണ്ടുവന്നു കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ 1971 സമർപ്പിച്ചു. അപ്പോൾ തന്നെ ബൈബിൾ സ്കൂളിലേക്ക് പോകാൻ ആ സമയത്ത് പാസ്റ്റർ പി എ ദാനിയലിൻ്റെ ബൈബിൾ സ്കൂൾ മാത്രമേ നിലവിലുണ്ടായിരുന്നു. മാവേലിക്കര. ഞങ്ങൾ അവിടെ ചേർന്ന് പഠിച്ചു. അവിടുത്തെ ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ. അപ്പോഴത്തേന് ഈ രോഗം മാറിയോ? രോഗം മാറി. അതെങ്ങനെ കർത്താവ് സൗഖ്യമാക്കുമായിരുന്നു, തൊടുകയായിരുന്നു. ഓക്കെ. സത്യത്തിൽ ആ രോഗം വന്നതാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ SF-ലൂടെ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യവും കലാപ്രവർത്തനവും ഒക്കെ ആയിട്ട് വേറൊരു തലത്തിൽ ഇങ്ങനെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് എനിക്ക് ജോലിക്കൊക്കെ ശ്രമിച്ചതാണ്. ജോലിക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഉപ്പാപ്പന് FACTയിലെ പേഴ്സണൽ മാനേജറായിരുന്നു അക്കാലത്ത്. അദ്ദേഹം അവിടെ ജോലിക്ക് ശ്രമിച്ചു, എന്തെങ്കിലും ഒരു ജോലി അവിടെ. പക്ഷേ എന്തോ അതൊന്നും നടന്നില്ല. അതൊക്കെ നടക്കാതെ പോയി. പല ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചു, അതൊന്നും നടക്കാതെ പോയി. ദൈവം അതെല്ലാം അടച്ച് എന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവരാനുള്ളതായ പദ്ധതിയായിരുന്നു. ദൈവത്തിന് പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പദ്ധതിയായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു. പിന്നെ അവർ ശുശ്രൂഷകനായി. ഒരിക്കൽ അവർ ഒരു മീറ്റിംഗ് വെച്ച് എന്നെ ബോംബെയിലേക്ക് അയച്ചു. ബോംബെയിലൊരു ശുശ്രൂഷയുണ്ട്. ബോംബെയിലേക്ക് വന്നു. കാലങ്ങളിൽ ഒരു ചെറിയ സഭ, അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. സഭയുടെ ശുശ്രൂഷകനായിട്ട്. അതെ, അവിടെ. അപ്പം ഞാൻ ബൈബിൾ സ്കൂളിൽ, അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ കോളേജിൽ പോയി. ബാംഗ്ലൂരിൽ ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ തിരിച്ചു വന്നു. ഇവിടെ പഠിപ്പിച്ചു, തഴക്കര ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു. അതിനുശേഷം ബോംബെയിലേക്ക് അവരയക്കുന്നു. അങ്ങനെ ഞാൻ ബോംബെ വന്നു. ഒരു സഭാശ്രൂഷകൻ എന്ന നിലയിൽ പ്രവർത്തനമായി. ഇത് ഏത് വർഷമാണ്? ഇത് 1979 79 ബോംബെ വരുന്നു. ജൂൺ മാസത്തിൽ ബോംബെ വരുന്നു. ഇവിടുന്ന് പ്രവർത്തിച്ച് 8 വർഷക്കാലത്തോളം ഗാഡ്കൂപ്പർ എന്ന സ്ഥലത്തൊരു സഭാശ്രൂഷകനായിട്ട് ഞാൻ. കുറച്ച് ചെറിയൊരു കൂട്ടമായിരുന്നു. പക്ഷേ കർത്താവ് വളർച്ച തന്നു സഭയ്ക്ക്. അവിടെ നിന്ന് ദൈവത്തിന് ദൈവിക ദർശനങ്ങൾ, അതുപോലെ തന്നെ ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എനിക്കുണ്ടായി. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക്, വാപ്പിയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ തക്കവണ്ണം അവിടെയായി. അതുപോലെ താനയിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ ടാക്കുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ സഭകൾ നിലവിൽ വരാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സഭകൾ സ്ഥാപിക്കപ്പെടാനിടയായി. അപ്പോൾ സത്യത്തിൽ അരനൂറ്റാണ്ടിലധികമായി ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ബോംബെ. 79 മുതൽ ബോംബെയിലാണ്. അപ്പം 71 ഞാൻ രക്ഷിക്കപ്പെട്ടു. ബൈബിൾ സ്കൂളിലായ സമയം മുതൽ തന്നെ തെരുവുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. പരസ്യയോഗങ്ങൾ നടത്തുമായിരുന്നു. ഒറ്റയ്ക്ക് പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. പരസ്യയോഗം ഒറ്റയ്ക്ക് പോയി നിന്ന് പലയിടത്തും പോയി. ഒറ്റയ്ക്ക് എന്തോ ഈ പറയുന്നത്? അന്ന് അറിയാമോ? വചനമൊക്കെ അറിയാമോ? വചനം അറിയാൻ വയ്യായാലും ചില കവിതകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലി ജനത്തെ ഒന്ന് ആകർഷിക്കാൻ. അന്ന് ചൊല്ലിയ കവിത ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഹിമകരകമസാം പിണ്ടം പോലെ, കർപ്പൂരത്തിൻ കൂട്ടം പോലെ,
പുരഹര ശോഭാനിലയം പോലെ സോന്തൂന ജാലം പോലെ മുക്തഫലതരിമെത്തും പോലെ കലശാംബുദൻ കഠിനത പോലെ പ്രളയഹുദാശന ഭസ്മം പോലെ ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഒരാകർഷണമൊക്കെ വരുത്തിക്കൊണ്ട് ഇങ്ങനെ അങ്ങനെയുള്ള സ്വാമിമാർ അവിടെ ഇരുന്നു തപസ് ചെയ്തു. എന്നാലും അവർക്ക് യഥാർത്ഥ രക്ഷ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഹിമകരമഹസാ മണ്ഡം പോലെ ഹിമാലയത്തിൽ പോയിരുന്ന് തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ ഒരു വലിയ ഒരു ചിത്രീകരണമാണ് കവി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ആരുടെ കവിതയത്? അത് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പഠിച്ച ഒരു കവിതയാണ് എന്ന് മാത്രം എനിക്കറിയാം. ഓക്കെ. ഇതൊക്കെ ചൊല്ലി ഇങ്ങനെയൊക്കെയുള്ള ചില ചുപ്പടവിദ്യ ചില വിദ്യകളൊക്കെ ആളുകളെ ആകർഷിക്കാനുള്ള വരികയും ചെയ്തിട്ടുണ്ട്, ആളുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പണ്ട് നമ്മുടെ വണ്ടമേട് ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. പുള്ളി ഒരു കവലയിൽ ചെന്നാൽ ആളുകൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ നേരെ തല കുത്തി അങ്ങ് നിൽക്കും. കുറച്ചു നേരം അങ്ങനെ നിന്ന് കഴിയുമ്പം ആളുകൾ പിന്നെ അടുത്ത് വരികയും പുള്ളി നേരെ തിരിഞ്ഞിട്ട് ഇപ്പം ലോകം ഇങ്ങനെ തലകുത്തി നിൽക്കുക എന്നും പറഞ്ഞിട്ട് പ്രസംഗം ആരംഭിക്കുകയും ചെയ്യുന്നു, കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ കവിത ചൊല്ലി ആളെ കൂട്ടി അച്ഛൻ ചെയ്ത്. അങ്ങനെ ഒരു കുറച്ചു കാലം അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പരസ്യയോഗത്തിനൊരു, കാരണം ആത്മാക്കളെ കുറിച്ചുള്ളൊരു വലിയ ഭാരമുണ്ട്. ഇന്ന് അത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പശ്ചാത്താപത്തോടു കൂടി പറയാനില്ല. ഒരു ബസ്സിൽ കയറിയാൽ അടുത്തിരിക്കുന്ന ആളിനോട് സുവിശേഷം പറയാതെ ഇറങ്ങിപ്പോരുകയില്ല. നേരത്തെയൊക്കെ ആദ്യകാലങ്ങളിൽ അത്ര ആവേശമാണ് ഹൃദയത്തിൽ. പേഴ്സണൽ വാചിത്വമാണെങ്കിലും പരസ്യവുമാണെങ്കിലും അതൊരു വലിയ ആവേശമായിരുന്നു അക്കാലങ്ങൾ. ഞാൻ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ 79 ബോംബെക്ക് വന്നു. മകൻ അന്ന് 1 വയസ്സ് തികയാൻ 1 മാസം കൂടെ പ്രായമുണ്ട്, മൂത്ത മകന്. അവിടെ നിന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങി. ചെറിയ സഭയായിരുന്നു, ആ സഭ വളർന്നു. ഞാൻ പറഞ്ഞല്ലോ ബോംബെയിൽ എവിടെ ഇത്? അത് ഗാഡ്കൂപ്പറിലാണ്. പ്രവർത്തനങ്ങൾ വളർന്നു. അങ്ങനെ മുൻപോട്ട് പോയി. ഞാൻ പിന്നീട് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായി. ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായി. 1988 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് റൈറ്റ് സൈഡ് കിഡ്നിക്ക് രോഗമുണ്ടായി. 88 അതായത് ബോംബെ ചെന്ന് ഏകദേശം 10 വർഷം ആകുമ്പം അതെ ഇങ്ങനെ ഒരു അസുഖം 88. അപ്പോഴേ പാസ്റ്റർ PS കറിയ അവിടെ വരുന്നു. ഞാൻ ശുശ്രൂഷ സഭയിലെ ശുശ്രൂഷകനായിട്ട്. അതൊരു മലയാളി സഭയായിരുന്നോ? അതോ മലയാളി സഭ. പക്ഷേ ഹിന്ദിക്കാർ വരുന്നുണ്ടായിരുന്നു. അന്ന് ഹിന്ദി ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ CS കറിയ ഇവിടെ വാപ്പിയിൽ വരുന്നു. വാപ്പിയിലൊക്കെ സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഗുജറാത്തിൽ വരുന്നു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ 88 ഇതുപോലെ രോഗം ബാധിച്ചു. ഇങ്ങനെ പിന്നെ റൈറ്റ് സൈഡ് കിഡ്നി എടുത്തു മാറ്റണമെന്ന് ഡോക്ടർമാർ. അതെങ്ങനെ, അതിൻ്റെ സിംറ്റം എന്തുവായിരുന്നു? വേദന, അതിഭയങ്കര വേദനയും ഛർദിലും. അപ്പോൾ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. സ്റ്റോൺ ഉണ്ടായിരുന്നെന്നുള്ളത് ശരിയാണെങ്കിലും ഡോക്ടർമാർ അന്നത്തെ നിലയിൽ ഈ അന്നത്തെ സ്കാനിങ്ങിൽ IVPയോ അങ്ങനെ കണ്ട് എന്തോ ചെയ്തു നോക്കിയപ്പോൾ റൈറ്റ് സൈഡ് കിഡ്നിക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞു. എടുത്തു കളഞ്ഞല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കിഡ്നിക്കോ അത് ബാധിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പം ദൈവദാസന്മാരൊക്കെ വന്നു. പാസ്റ്റർ PS കറിയ എല്ലാവരും വന്നു. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ രോഗക്കിടക്കെ വെച്ച് ദൈവം ഒരു ദർശനം തന്നു. ബൈബിൾ സ്കൂള്, അതായത് കർത്താവിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു. വടക്കേന്ത്യയിലേക്ക് പിന്നെ ട്രെയിൻ ചെയ്ത് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് മിഷണറിമാരെ അയക്കാനായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്ന്, ഒരു മിഷണറി ട്രെയിനിങ് സെൻറ്റർ അത് തുടങ്ങണമെന്ന് ദൈവാത്മാവിൻ്റെ പ്രേരണയുണ്ടായി. ദൈവാത്മാവ് സംസാരിച്ചു ദർശനത്തിൽ. ഇത് അപ്പം നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് പങ്കിട്ടു, ദൈവദാസന്മാരോട് പങ്കിട്ടു. പാസ്റ്റർ PS കറിയ, CS കറിയ എന്നോട്. പിന്നെ ഒരു ചെറിയ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന, അന്നേരത്തെ ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യാഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻ്റർഫിയർ ചെയ്യാഞ്ഞുകൊണ്ടാണ് ഒരു തിരുത്തുണ്ട്. ഇപ്പോൾ ഞാൻ മഹനദാൻ ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റ് അല്ല. ഇപ്പോൾ ഞാൻ മഹനദാൻ ഫെലോഷിപ്പിൻ്റെ പ്രിസ്പിറ്ററി ചെയർമാനാണ്. ഓക്കെ. അതായത്
24 എൻ്റെ ശാരീരികമായ ബലഹീനതയും മറ്റു പല കാരണങ്ങൾ കൊണ്ട് പ്രസ്ഥാനത്തിൽ അന്ന് ഞാൻ സ്ഥാനത്തു നിന്ന് റിട്ടയറായി. ഇപ്പോൾ പാസ്റ്റർ PS കറിയായാണ് പ്രസിഡന്റ്, ഇൻ്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ABT മാമൻ. ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ തുടരാം. അപ്പം ഇങ്ങനെ അത് ഞാൻ ഈ കിഡ്നി കർത്താവ് സൗഖ്യം തന്നു, തൊട്ടു സൗഖ്യമാക്കി. മറ്റേ കിഡ്നി എടുത്തു കളയണമെന്ന് പറഞ്ഞു. കർത്താവ് സൗഖ്യം തന്നു. എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു? ഒരാഴ്ചയോളം കിടന്നു. ഒരാഴ്ചയിൽ കൂടുതൽ കിടന്നു. അപ്പം ശരിക്കും അതൊരു സന്നിഗ്ധമായ ഘട്ടമായിരുന്നു. ഈ ആദ്യം ഒരു ഉദര രോഗത്തിലൂടെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവദാസന്മാർ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഓക്കെ. ഈ ദേവദാസന്മാരൊക്കെ ഇവരെല്ലാം നോർത്ത് ഇന്ത്യ പ്രവർത്തിച്ചവരുമാണ്. പാസ്റ്റർ PS കറിയ കാശ്മീരിലും ഹിമാചലിലും ഒക്കെ പ്രവർത്തിച്ച് പാരമ്പര്യമുണ്ട്. അതുപോലെ CS കറിയ പിന്നെ OM ടീമിൽ ലീഡറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഓക്കെ. അവരെല്ലാം വളരെ നോർത്ത് ഇന്ത്യയിൽ പരിചയമുള്ളവരായിരുന്നു, എന്നേക്കാൾ കൂടുതൽ. അവരുമായി ഈ വിഷൻ പങ്കിട്ടു. എൻ്റെ വിഷനോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് അത് മാക്സിമം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 1989 ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ഇതൊരു ജോയിൻ്റ് വെഞ്ചറായിരുന്നു. ഈ ബൈബിൾ സ്കൂള് അതെന്ന് പറഞ്ഞാൽ മിഷണറി ട്രെയിനിങ് സെൻ്ററായിട്ടാണ്. മിഷണറിമാരെ ട്രെയിൻ ചെയ്ത് അയക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് രൂപപ്പെട്ടു. ആദ്യം 5 പേരായിരുന്നു അത് ഗാഡ് കൂപ്പറിൽ വെച്ച് ആരംഭിച്ചു. ഒരു ചെറിയ മുറിയിൽ ആരംഭിച്ചു. അവിടെ നിന്ന് അത് വളർന്ന് ഇന്ന് ഇപ്പോൾ 36ാമത്തെ വർഷമാണ്. 36ാമത്തെ ഗ്രാജുവേഷൻ നടക്കാൻ പോവാണ്. ഓക്കെ. ഈ മഹനേദാൻ എന്നാണ് അതിന് പേര് കൊടുത്തത്. അതെ. എന്തുകൊണ്ട് ഈ മഹനേദാൻ എന്നുള്ള പേര് വരാൻ കാരണം? ആക്ച്വലി ഞാൻ ഈ പേര് കൊടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഞാൻ അമേരിക്കയിൽ ഒരു വിസിറ്റിങ്ങിന് പോയിരിക്കുകയാണ്. ഓക്കെ. ഞങ്ങൾക്കൊരു പേര് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പേര് ആദ്യം നിർദ്ദേശിച്ചത് പാസ്റ്റർ PS കറിയാണ്. അപ്പം ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു പേര് കൊടുക്കണം. അപ്പം പേര് കൊടുക്കുക മാത്രമല്ല, അത് അർത്ഥവത്വമാകണം. അതെ. അപ്പം ഈ പേരുകൾ പലതും ഉണ്ട്. എല്ലാവരിലും ഒന്നല്ലേ മറ്റൊരു പേരുകൾ എല്ലായിടത്തും ഉണ്ട്, നിലവിലുണ്ട്. ഒരു പേര് കൊടുക്കണം. ആരും ഇട്ടിട്ടില്ലാത്തൊരു പേര് വേണം. ആരും ഇട്ടിട്ടില്ലാത്ത പേര് വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ബൈബിൾ വായിച്ചപ്പോഴുണ്ടായ ഒരു ഇതാണ് ഈ മഹനദാൻ എന്ന പേര്. എൻ്റെ അർത്ഥം ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. ആ സ്ഥലത്ത് വെച്ച് ശിംശോനെ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്യമിപ്പിച്ചു തുടങ്ങി. ഈ സ്ഥലം മിഷ്യന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ലഭിക്കപ്പെടേണ്ട ഒരു സ്ഥലമാകണം. പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിക്കുന്ന ഒരു സ്ഥലം. അതാണ് മിഷണറി ട്രെയിനിങ് സെൻ്റർ എന്ന് പേരിട്ടത്. അതായിരിക്കണം. ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾക്കൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം പോലെയാണ്. ആദ്യം ഇത് എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ പരിമിതനാണ് ആൾ. എനിക്ക് അങ്ങനെ വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നും ഉള്ളവരല്ല. അപ്പം ദൈവം നമുക്കൊരു ദർശനം തന്നാൽ ആ ദർശനത്തോടെ ചേർന്ന് നിൽക്കുന്ന ചിലർ, ആ ദർശനം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ദർശനത്തോട് ചേർന്ന് ഒരുമിച്ച് പോകുന്ന ചിലരെ ദൈവം നമുക്ക് തരുമ്പോഴാണ് ഒരു വിഷന് അത് മറ്റു ചിലരുമായി പങ്കിടുമ്പോൾ അവരും അതോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു മിഷ്യനായിട്ട് തീരുന്നത്. അങ്ങനെയാണ് ഈ മഹനദാൻ ഒരു മിഷ്യനായിട്ട് മാറാനായിട്ട് ഇടയായിത്തീർന്നത്. ഓക്കെ. ഈ ദീർഘകാലം അല്ലെങ്കിൽ കഴിഞ്ഞ 39 വർഷം ഈ മഹനദാൻ ബൈബിൾ കോളേജ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു. അതിലൂടെ നൂറുകണക്കിന് ആളുകളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ സാധിച്ചു. പല ലീഡേഴ്സ് ഉണ്ടായി, പല പ്രസ്ഥാനങ്ങളിൽ അവരിൽ പലരും നിൽക്കുന്നു. ഈ മഹനദാൻ ഫെലോഷിപ്പിൻ്റെ വളർച്ചയെക്കുറിച്ച് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഡെവലപ്പ് ആകുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം പോലാണ്. ഇത് തുടങ്ങിയപ്പോൾ ജോൺ മാത്യു ആക്ച്വലി ഒരു
ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു ഗുജറാത്തിൽ. അപ്പം ബോംബെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് പരിമിതമായ സൗകര്യത്തിൽ ചില ആളുകൾ അവിടെ വന്നു. അവിടെ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തു. ആ കാലത്ത് വാപ്പിയിലെ ജോലിക്കുള്ള സാധ്യതകളുണ്ടായിരുന്നു. അവിടേക്ക് ആളുകളെ അയച്ചു. അപ്പോൾ അവിടെ പ്രവർത്തനം തുടങ്ങിയായിരുന്നു വാപ്പിയിൽ. അപ്പോൾ അവിടേക്ക് പോയി. ജോൺ മാത്യുവിനെയും അങ്ങനെ അയച്ച ഒരു വ്യക്തിയാണ്. അവിടെ ചെന്നു, അദ്ദേഹത്തിന് നല്ല ജോലി കിട്ടി. പക്ഷേ ജോലിയോടുകൂടി അദ്ദേഹം സുശേഷവര ചെയ്തിരുന്നു. അദ്ദേഹം ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ. ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് ഗുജറാത്തിൽ വേല ചെയ്യാനുള്ളതായ ദർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇവിടെ പഠിച്ചതിന് ശേഷം ഗുജറാത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. വാപ്പി പ്രവർത്തിച്ചു. അതിനുശേഷം സൂററ്റിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മുടെ വാപ്പി സഭ ഉണ്ടാകുന്നത്. വാപ്പി സഭ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഞാൻ പോയി, വേറൊരു ദേവദാസന് ഞാനും കൂടെ പോയി സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് വിപുലീകരിച്ചു. ഓരോ സ്ഥലങ്ങളിൽ ഗുജറാത്തിലെ പ്രവർത്തനം അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ പാസ്റ്റർ PS കറിയ ഉണ്ട്. അദ്ദേഹം പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങി. പിന്നെ ബൈബിൾ സ്കൂളിൽ പഠിച്ചവരായ ആളുകൾ ഗുജറാത്തിൽ തന്നെ പലരും രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. കഴിഞ്ഞ ദിവസം നമ്മളെ പവർ ഇവാഞ്ചലിസം മിഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു ഷാജഹാൻ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെ രക്ഷിക്കപ്പെട്ടതാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിന് ദൈവദർശനം ഉണ്ടായി. ബൈബിൾ സ്കൂളിൽ വന്ന് പഠിച്ചു. അദ്ദേഹം പോയി. ഇങ്ങനെ റോയ് മോസസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. അദ്ദേഹം ഒറീസയിലേക്ക് പോയി. അവിടെ പഠിച്ചിട്ട് ഒറീസയിൽ പോയി. ഒറീസയിൽ ഒന്നുമില്ലാത്തടത്ത് പുതിയ പ്രവർത്തനം ആരംഭിക്കാനിടയായി. ഇവരെല്ലാം, ഞാനിപ്പോൾ നേതൃത്വം നിൽക്കുന്ന ദൂരയിലും ഇങ്ങനെയുള്ള ആളുകളെ ദൈവം ഓരോരുത്തരത്തോട്ട് അയച്ചു, പയനിയർ ചെയ്തവർ. പിന്നെ അഹമ്മദ് നഗർ, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഇവിടെ പശ്ചിമ ബംഗാൾ നടക്കും, കൽക്കട്ട കേന്ദ്രമാക്കി. തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു ദേവദാസനാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നത്. അവിടെ എല്ലാവരും അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും ലോക്കൽ ഭാഷ അവിടുത്തുകാരായ ആളുകളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി പ്രവർത്തിച്ചു. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അനേകർ അവിടെ പശ്ചിമ ബംഗാളിൽ ദൈവകൃപയിലേക്ക് വരുന്ന ഓരോ ദിവസങ്ങളിലും പുതിയ ആളുകൾ വരികയാണ്. ഓക്കെ, അച്ഛൻ ശരിക്കും പോയതൊരു മലയാളി സഭയുടെ ശുശ്രൂഷകനായിട്ടാണ് ബോംബെയിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഇത് തദ്ദേശീയരിലേക്കുള്ള ഒരു മിഷനായിട്ട് ഒരു ചേഞ്ച് ചെയ്ത ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുക. എങ്ങനെയാ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്? ആ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ശക്തമായി ആ രോഗക്കിടക്കയെ വെച്ച് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ട്രെയിനിങ് സെന്റർ ഉണ്ടാക്കാൻ. അതെ, ട്രെയിനിങ് സെന്റർ ഉണ്ടാക്കണം. വിവിധ ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചത് എങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തുകാരായ ആളുകളെ ട്രെയിൻ ചെയ്ത് അയക്കത്തക്ക നിലയിലുള്ളതായ ഒരു പ്രസ്ഥാനമായിട്ട് അതൊരു. ഇപ്പം നമുക്ക് എത്ര സ്റ്റേറ്റിൽ പ്രവർത്തനമുണ്ട്? ഇപ്പോൾ 15 സ്റ്റേറ്റുകളിലുണ്ട്. 15 സ്റ്റേറ്റിൽ പ്രവർത്തനങ്ങളുണ്ട്. അതെ. ഓക്കെ, അതെല്ലാം ഈ ലോക്കൽ സഭകൾ സ്ഥാപിക്കുക, പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ലോക്കൽ സഭകളും മിഷൻ സ്റ്റേഷനുകളും ഓരോ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ചെറുതും വലുതുമായ ലോക്കൽ ചർച്ചസ്. ഈ വലിയ എതിർപ്പുകളാണ് ഈ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ട്. ഈ മഹനേദാൻ ഫെലോഷിപ്പിന് അങ്ങനെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളൊന്ന് പറയാമോ? അതായത് ഈ അടുത്ത കാലത്ത് നടന്ന 2 സംഭവങ്ങൾ, ഇപ്പോഴുള്ള 2 സംഭവങ്ങൾ. പാസ്റ്റർ ജോൺ മാത്യുവും ഒരു വീട്ടിൽ ചെന്ന് അവിടെ ഒരു താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഇവിടെ സൗഖ്യമായി. ഒരു പെങ്കൊച്ചു സൗഖ്യമായി. അത് 1 വർഷം കഴിഞ്ഞപ്പോൾ അതിന് താങ്ക്സ് ഗിവിങ് സർവീസ് നടത്തണമെന്ന് തോന്നി. ഈ ദേവദാസന്മാരെ കൂടെ വിളിച്ചു. അവരൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. MP-യിൽ ജോൺ മാത്യുവും ഗുജറാത്തിൽ നിന്ന് 2 പേരും MP-യിലും രാജസ്ഥാനിലുമുള്ള ഒരു 9 ദേവദാസന്മാർ ആ വീട്ടിൽ പോയി പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിന്ന് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ആ വീട് വന്ന് വളഞ്ഞു. വീട് വന്ന് വളഞ്ഞിട്ട് സുവിശേഷ വിരോധികൾ വീട് വളഞ്ഞു. അവരെ വന്ന് വീഡിയോ എടുക്കുന്നു.
ഉടനെ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യുന്നു. പോലീസുകാർ വന്നവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിപ്പോൾ ഈ സമീപകാലത്തുള്ള സമീപകാലത്ത് ഒരു 1.5 വർഷം, മുമ്പ്. 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് അവരെ കൊണ്ടുപോയി ഞാൻ അണ്ടർവെയർ മാത്രം ഇടിപ്പിച്ച്. തണുപ്പ് സമയമാണ്. അതുപോലെ എൻ്റെ അറിവ് ശരിയാണ്, ജനുവരി മാസം. ഇവരെ അവിടെ ലോക്കപ്പിലിട്ടു, ഒരു ബെഞ്ച് കയറ്റി. വസ്ത്രം പോലും ധരിക്കാൻ അനുവദിക്കാതെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ 9 പേരെയും കയറയിൽ ഇങ്ങനെ കെട്ടി, ആട് ഈ പാണ്ഡ്യന്നൊക്കെ കന്നുകാലികളെ കൊണ്ടുവന്നു കെട്ടി ഒരു പരസ്പരം ബന്ധിച്ചു ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ഇരുത്തി കോടതി കൊണ്ടുപോകുമ്പോൾ ചെയ്ത അവർ ഇങ്ങനെയാണ്. ഏതായാലും 3 ദിവസം അവർ ജയിലിൽ കിടന്നു. 3-4 ദിവസമാണ്. അത് കഴിഞ്ഞ് ഏതായാലും കർത്താവ് പ്രവർത്തിച്ചു. ആ സമയത്ത് പെട്ടെന്ന് PS കറിയാപ്പാസ്റ്റർ അവിടെ പോയി. അവിടെ ഉണ്ടായിരുന്ന ചില MP-യിലെ CNI ബിഷപ്പുമാരുമൊക്കെ അതിനകത്ത് സഹകരിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവർ ജയിലിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ഇടയായിട്ട്. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിൽ ഒരു ദേവദാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഏതായാലും ഒരു പ്രത്യേക നിലയിലുള്ളതായ ഒരു കേസ് ചാർജ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞങ്ങൾക്ക് 96 ഒരു വലിയ പ്രതിസന്ധി. വ്യക്തിപരമായിട്ട് അച്ഛൻ എന്തെങ്കിലും നേരിടേണ്ടി വന്നു? അതാണ് വ്യക്തിപരമായി നേരിടുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ്, ഞാൻ ആ വർഷം ഓർക്കുന്നില്ല വ്യക്തമായിട്ട്, ഞങ്ങളുടെ ആ സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഡോംബൊല്ലി ടാക്കുർലി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇങ്ങനെ സുവിശേഷ വിരോധികൾ വന്ന് കയറി അടിക്കുന്നു, പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ ഒരു പാസ്റ്ററെ അറ്റാക്ക് ചെയ്യുന്നെന്ന് കേട്ടപ്പോൾ എൻ്റെ മകൻ ഓടിപ്പോയി. ഞാൻ പുറകെ ഓടിയപ്പോൾ ചിലർ വന്ന് എന്നെ തടഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾ തന്നെ, പോകരുത് അങ്ങോട്ട്, പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. മോനും കേട്ടതുമല്ല, മൂത്ത മോൻ ഓടിപ്പോയി. അവനിട്ട് രണ്ടടി കിട്ടി. ഇങ്ങനെ അത് പോട്ടെ, മോന് കിട്ടിയ ഒരടിയാണ്. ഞങ്ങളുടെ ആ സ്ഥലത്തും പ്രശ്നമുണ്ടായി. നമുക്ക് മാത്രമല്ല, മറ്റ് സഭകളിലുള്ള ദേവദാസന്മാർക്കൊക്കെ അടി കിട്ടി. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ 96 ഞങ്ങൾ ഒരു മീറ്റിംഗ്, ഒരു ദിവസത്തെ ഒരു നല്ല മീറ്റിംഗ് ഒരു ഗ്രാമത്തിൽ, ഫെദേരിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഗുജറാത്തിൽ മാണ്ഡവ്യ താലൂക്കിൽ വെച്ചു. അവിടെ വെച്ച് കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ കാലത്ത് അങ്ങനെ ഒരു ഓപ്പോസിഷൻ അവിടെ ഉണ്ടാകുമെന്ന്, പ്രതികൂലമുണ്ടാകുന്നു. പെട്ടെന്ന് രാത്രിയിൽ അവർ വന്നു, അടിച്ചു, പ്രശ്നമായി. ലൈറ്റൊക്കെ അടിച്ചു പൊട്ടിച്ചു, വണ്ടിയെല്ലാം അടിച്ചു പൊട്ടിച്ചു, വലിയ പ്രശ്നമായി. ഒരു 2 മോട്ടോർ സൈക്കിളും ഒരു 10 സൈക്കിളും എടുത്ത് കിണറ്റിലിട്ടു. പിന്നെ അടി അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഗ്രാമത്തിൻ്റെ പുറകിൽ കൂടെ ഓടി രക്ഷപ്പെടുകയാണ്. ഗ്രാമത്തിൻ്റെ പുറകിൽ കൂടെ ഓടി രക്ഷപ്പെടുമ്പോൾ ഞങ്ങളെ പിന്തുടർന്നു. ഇവർ പിന്തുടർന്നിട്ട് വലിയ മാങ്കമ്പ് വെട്ടി, മാങ്കം പൊടിച്ച് അടിക്കാനിങ്ങനെ ഓങ്ങിയപ്പോൾ നമ്മുടെ സഹോദരന്മാരെ അടിക്കരുതെന്നും പറഞ്ഞ് ഓങ്ങിയ വടിയിൽ എൻ്റെ ഭാര്യ കയറി പിടിച്ചു. അപ്പോൾ ഈ വടിയോട് കൂടി തള്ളിയിട്ട് ഇവിടെ ഒരു തൊഴി കൊടുത്തു. ആൻറ്റിയെ തൊഴിച്ചു. അവിടെ താഴെ വീണു. ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ കുറേ ആദിവാസികളുമുണ്ട്. ഓടി വന്നു. അവിടെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അപ്പോഴ് ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് അതുവഴി വന്നു. അത് വരാൻ ഒരു ചാൻസും ഇല്ല. രാത്രി 9 മണിയാണ്. ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു ബസ് വരാൻ ഒരു ചാൻസും ഇല്ല. എന്താണ്, അവിടെ എങ്ങാണ്ട് ബ്രേക്ക് ഡൗൺ ആയി കിടന്ന ഒരു വണ്ടി റിപ്പയർ ചെയ്തിട്ട് തിരിച്ചവർ ഡിപ്പോയിലേക്ക് പോകുന്നതാണ്. കൈ കാണിച്ച് നിർത്തിയില്ല അവർ. പെട്ടെന്ന് ചിലരൊക്കെ മുന്നേ കയറി നിന്നു. വണ്ടി അവർ നിർത്തി. അപ്പോഴേ പുറകിൽ മുട്ടനടി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ജോസഫ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ തലയ്ക്ക് കഷണ്ടിത്തല വെച്ചിട്ടുണ്ട്. അടിച്ചിട്ട് രക്തം ഒഴുകുന്നുണ്ട്. അയാളെല്ലാവരും കൂടെ ഓടി വരിക.
ഓടി വന്നിട്ട് ബസ്സിൽ കയറി അവരെ കയറി ഞാനതിൻ്റെ വാതിൽക്ക് വന്നു, വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഏതായാലും അകത്തോട്ട് എന്നെ പിടിച്ചു, വെളിയിൽ നിന്ന് ഇവർ പിടിക്കുന്നു, അകത്തു നിന്ന് പിടിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങളെ. അപ്പോൾ ഒത്തിരി പേർക്ക് അടിയുണ്ട് അവിടെ, ഒരുപാട് പേർക്ക് അടിയുണ്ട്. ആ മീറ്റിംഗ് അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അച്ഛൻ അടിയുണ്ടോ? എനിക്ക് അടി കൊണ്ടില്ല, പക്ഷേ എന്നെ പിടിച്ച് ഓടുന്ന വണ്ടി അപ്പോഴത്തേനും വണ്ടി മുന്നോട്ടെടുത്തു. ടയറിൻ്റെ കീഴിടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ നിന്ന് രക്ഷപ്പെട്ടു.